പാലക്കാട് രക്തസാക്ഷി ദിനം CPIഎമ്മിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. ജനാധിപത്യ സംരക്ഷണത്തിനായി പാലക്കാട് കോട്ടയ്ക്ക് മുന്നിൽ നടന്ന ചരിത്ര സമരത്തിന്റെ 55ാം വാർഷികവും രക്തസാക്ഷി ദിനാചരണവും CPIഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. രക്തസാക്ഷികളുടെ കരുത്താണ് മാർക്സിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതെന്ന് EN സുരേഷ് ബാബു പറഞ്ഞു. ഡിസംബർ 1 പാലക്കാട് കോട്ടയ്ക്ക് മുന്നിൽ ജനാധിപത്യ സംരക്ഷണത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ സുകുമാരൻ, മാണിക്കൻ, രാജൻ, ചെല്ലൻ എന്നീ 4 ധീരസഖാക്കൾ പോലീസ് വെടിവെപ്പിൽ രക്തസാക്ഷിത്വം വരിച്ചത്. 1967 അധികാരത്തിൽ വന്ന EMS സർക്കാരിനെ 1969 ജനാധിപത്യ വിരുദ്ധമായി അട്ടിമറിച്ചതിനെതിരെ നടന്ന CPIഎമ്മിന്റെ സമരത്തിന് നേരെയായിരുന്നു പോലീസിന്റെ വെടിവെപ്പ്. പാലക്കാട് കോട്ടയ്ക്ക് മുന്നിൽ നടന്ന ചരിത്ര സമരത്തിന്റെ 55ാം വാർഷികവും രക്തസാക്ഷി ദിനാചരണവും CPIഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിനെ കടന്നാക്രമിക്കുന്ന ഭരണകൂടമാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. നമ്മുടെ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിലും അഭൂതപൂർവമായ മുന്നേറ്റം ഉണ്ടാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഈ ഘട്ടത്തിലും ഈ സർക്കാരിനെ അട്ടിമറിക്കുന്നതിനു വേണ്ടി, അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റേത് കാലത്തേക്കാൾ അതിഭീകരമായ ഒരു ശ്രമമാണ് രാജ്യം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന BJP ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPIഎം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CK രാജേന്ദ്രൻ, NN കൃഷ്ണദാസ്, KS സലീഗ, ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ്, ഏരിയ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, ഡോക്ടർ P സരിൻ എന്നിവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പാലക്കാട്.